ആഗോള കത്തോലിക്കാ സഭ ഇന്നലെ മഞ്ഞുമാതാവിന്റെ തിരുനാൾ കൊണ്ടാടി. മഞ്ഞുമാതാവിന്റെ മധ്യസ്ഥതയിൽ അനവധി അനുഗ്രഹങ്ങളാണ് കത്തോലിക്ക വിശ്വാസികൾക്ക് നടന്നിട്ടുള്ളത്. റോമിലെ 4 പ്രധാന പേപ്പൽ ബസിലിക്കകളിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന മേരി മേജർ ബസിലിക്കയുടെ നിർമ്മാണത്തിന് പിന്നിൽ അത്ഭുതകരമായ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ട്. AD 352 പോപ്പ് ലിബേരിയൂസിന്റെ ഭരണകാലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അക്കാലത്ത് റോമിലുള്ള പ്രഭുകുടുംബമായ ജോണിനും ഭാര്യയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അവരുടെ കാലശേഷം സ്വത്തുവകകൾ ഇഷ്ടദാനം നൽകുവാൻ ഒരു അനന്തരാവകാശിയെ നിയോഗിച്ചു തരണമെന്ന് പരിശുദ്ധ മാതാവിനോട് ജോണും ഭാര്യയും അപേക്ഷിച്ചു. ആഗസ്റ്റ് മാസം 5 രാത്രി പരിശുദ്ധ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ ബഹുമാനത്തിനായി റോമിലെ എസ്ക്ലിൻ കുന്നിൽ ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു. പള്ളി പണിയേണ്ട യഥാർത്ഥ സ്ഥലം മഞ്ഞു പെയ്ച്ച് കാണിച്ചു തരാമെന്ന് പരിശുദ്ധ കന്യകാമറിയം അവർക്ക് വാഗ്ദാനം കൊടുത്തു. അതികഠിനമായ ഒരു വേനൽ രാത്രി എസ്ക്ലിൻ കുന്നിൽ ബസിലിക്ക പണിയേണ്ട സ്ഥലത്ത് അത്ഭുതകരമായി മഞ്ഞു പെയ്ച്ചു. ലിബേരിയൂസ് മാർപ്പാപ്പയ്ക്കും ആ രാത്രി മാതാവിന്റെ സ്വപ്നദർശനം ഉണ്ടാവുകയും അത്ഭുതകരമായി മഞ്ഞു പെയ്തത് കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആഗസ്റ്റ് മാസത്തിലെ അസാധാരണമായ മഞ്ഞുവീഴ്ച കാണാൻ ധാരാളം ജനങ്ങൾ വന്നു ചേർന്നു. ലിബേരിയൂസ് പാപ്പയും ജോണും ഭാര്യയും അത്ഭുതമറിഞ്ഞ് കാണാൻ നേരത്തെ എത്തിയിരുന്നു. മഞ്ഞു പെയ്ത സ്ഥലത്ത് പള്ളിപ്പണി ആരംഭിച്ചു. 2 വർഷത്തിനുള്ളിൽ ദേവാലയ നിർമ്മിതി പൂർത്തിയാക്കി ലിബേരിയൂസ് മാർപ്പാപ്പ തന്നെ ദേവാലയം കൂദാശ ചെയ്തു. ഈ ദേവാലയ നിർമ്മിതിക്ക് ലിബേരിയൂസ് പാപ്പ നേതൃത്വം നൽകിയതിനാൽ ലൈബീരിയൻ ബസിലിക്ക എന്നും മേരി മേജർ ബസിലിക്ക എന്നും അറിയപ്പെടുന്നു. അത്ഭുതകരമായി മഞ്ഞു പെയ്തതിൽ നിന്ന് ഉദയം ചെയ്തതിനാൽ ഈ ബസിലിക്ക മഞ്ഞുമാതാവിന്റെ പള്ളി എന്നും അറിയപ്പെടുന്നു. ഈ ബസിലിക്കയുടെ മുഖവാരം പണികഴിപ്പിച്ചത് യൂജിൻ 3 മാർപ്പാപ്പയാണ്. ആഗസ്റ്റ് മാസത്തിലെ അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയുടെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ആഗസ്റ്റ് 5 മേരി മേജർ ബസിലിക്കയുടെ സമർപ്പണ തിരുനാൾ ആഗോള കത്തോലിക്കാ സഭ ആഘോഷിക്കുന്നു. കൂടാതെ ഫ്രാൻസിസ് പാപ്പയുടെ ഇഷ്ടപ്പെട്ട ദേവാലയം കൂടിയാണ് മേരി മേജർ ബസിലിക്ക.